ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ചിത്രാ പൗർണമിയാണ്. ഈ ദിവസം കന്യാകുമാരി ഒരു അപൂർവ കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുക. കന്യാകുമാരിയിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം സൂര്യാസ്തമയവും ചന്ദ്രോദയവും കാണാൻ സാധിക്കും. ഒരേ സമയം സൂര്യാസ്തമയവും ചന്ദ്രോദയവും കാണാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമാണ് കന്യാകുമാരി. സാധാരണ ചിത്രാ പൗർണമി ദിനത്തിലാണ് ഈ മഹാതിശയം നടക്കുക. അറബിക്കടലിൽ സൂര്യാസ്തമയവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലിൽ ചന്ദ്രോദയവും ദർശിക്കാൻ കഴിയുക. ഈ അപൂർവതയ്ക്കാണ് കന്യാകുമാരി ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. എല്ലാ വർഷവും ചിത്തിര മാസത്തിലെ പൗർണമി നാളിലാണ് ചിത്രാ പൗർണമി ആഘോഷം. ഈ വർഷത്തെ ചിത്രാ പൗർണമി ഉത്സവം ഇന്ന്, അതായത് ചൊവ്വാഴ്ച, ആഘോഷിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് ഈ അപൂർവ ദർശനം ഉണ്ടാകുക. വൈകുന്നേരത്തോടെ കന്യാകുമാരി കടലിൽ സൂര്യൻ മഞ്ഞ നിറമുള്ള പന്ത് പോലെ അസ്തമിക്കുമ്പോൾ കിഴക്ക് കടലും ആകാശവും കൂടിച്ചേരുന്ന സ്ഥലത്തിന് മുകളിൽ അഗ്നിഗോളം പോലെ ചന്ദ്രൻ ഉദിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കിഴക്ക് ചന്ദ്രൻ ഉദിക്കുന്ന നേരത്തെ കടലിന് മുകളിലുള്ള ആകാശം പ്രകാശത്താൽ തിളങ്ങുകയും ചെയ്യും. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കന്യാകുമാരി ദേവിക്ക് സമ്മാനിച്ച 1 കോടി രൂപ വിലമതിക്കുന്ന വജ്രകിരീടവും ദേവിയെ അണിയിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. എന്തായാലും കന്യാകുമാരിയിൽ ഈ കാഴ്ച കാണാൻ ഇന്നെത്തുന്നവർ ഭാഗ്യം ചെയ്തവരാണ്. ആ സമയത്ത് കന്യാകുമാരിയിലെ 3 സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമായ ത്രിവേണി സംഗമ തീരത്ത് നിന്നാലാണ് ഈ അപൂർവ കാഴ്ച കാണാൻ സാധിക്കുക. ഇതുകൂടാതെ പഴത്തോട്ടത്തിനോട് ചേർന്നുള്ള മുരുകൻ കുന്നം മുതൽ കന്യാകുമാരി വരെ സാമാന്യ രീതിയിൽ ഈ കാഴ്ച ആസ്വദിക്കാമത്രേ. ത്രിവേണി സംഗമം കൂടാതെ സൺസെറ്റ് പോയിന്റ്, ബീച്ച് ഏരിയ എന്നിവിടങ്ങളിലും ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും. ഇത് കാണാൻ എല്ലാ വർഷവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ത്രിവേണി സംഗമസ്ഥാനത്ത് വൈകിട്ട് 6 മണിയോടെ തടിച്ചുകൂടുന്നത്. വിനോദസഞ്ചാരികളുടെ സൗകര്യാർത്ഥം സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് നിരവധി പ്രത്യേക ബസ്സുകളും ഓടും. ശക്തമായ പോലീസ് സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ആകാശം മേഘാവൃതമായതിനാൽ കഴിഞ്ഞ 2 വർഷവും സൂര്യാസ്തമയ കാഴ്ച വ്യക്തമായില്ല. ഇതിൽ സഞ്ചാരികൾ ഏറെ നിരാശരായിരുന്നു. എന്നാൽ മുൻ വർഷങ്ങളിൽ ചന്ദ്രോദയ ദൃശ്യം ആദ്യം വ്യക്തമല്ലെങ്കിലും രാത്രി 7 മണിക്ക് ശേഷം വളരെ വ്യക്തമായി ചന്ദ്രദർശനം സാധ്യമായിരുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ധാരാളം വിനോദസഞ്ചാരികൾ ഇത് ആസ്വദിക്കുകയും ചെയ്തു. ചിത്രാ പൗർണമിയോടനുബന്ധിച്ച് കന്യാകുമാരി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ അഭിഷേകം, വിശേഷാൽ പൂജകൾ ഇതൊക്കെയുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കന്യാകുമാരി ദേവിക്ക് സമ്മാനിച്ച 1 കോടി രൂപ വിലമതിക്കുന്ന വജ്രകിരീടം ചിത്രാ പൗർണമിയോടനുബന്ധിച്ച് അണിയിക്കുകയും അലങ്കാര ദീപാരാധന നടത്തുകയും ചെയ്യും. ചിത്രാ പൗർണമിയോടനുബന്ധിച്ച് കന്യാകുമാരിയിൽ ആയിരക്കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളും തടിച്ചുകൂടുന്നതിനാൽ തന്നെ കനത്ത പോലീസ് സുരക്ഷയാണ് ഇന്ന് കന്യാകുമാരിയിൽ ഒരുക്കിയിരിക്കുന്നത്. ചൈത്രമാസത്തിലെ പൗർണമി നാളിൽ ആചരിക്കുന്ന ഒരു ഉത്സവമാണ് ചിത്രാ പൗർണമി. ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസങ്ങളിലെ ഒരു ദിവസത്തിന് സമാനമായി ചിത്രമാസത്തിലെ പൗർണമി ദിനത്തിൽ ഹിന്ദുക്കൾ ഇത് ആഘോഷിക്കും. 2024 ഏപ്രിൽ 23-ന് 3:25 AM മുതൽ 2024 ഏപ്രിൽ 24-ന് 5:18 AM വരെയാണ് ചിത്രാ പൗർണമി. സൂര്യനും ചന്ദ്രനും വീണ്ടും ഒന്നിക്കുന്ന സമയത്താണ് ചിത്രാ പൗർണമി ആഘോഷിക്കുന്നത്. ഈ ദിവസം ചിത്രഗുപ്തനെ ആരാധിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞ 2 വാക്കുകളെ പ്രതിനിധീകരിക്കുന്നു. ചിത്ര എന്നത് ചിത്രങ്ങളെയും, ഗുപ്തൻ എന്നത് മറഞ്ഞിരിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ചിത്രഗുപ്തൻ യമന്റെ ഇളയ സഹോദരനാണ് എന്നാണ് വിശ്വാസം. ഒരു വ്യക്തിയുടെ കർമ്മങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നതിലൂടെ ചിത്രഗുപ്തൻ യമനെ സഹായിക്കുന്ന വ്യക്തിയാണ്. ചിത്ര പൗർണമിയുടെ വേളയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി ആളുകൾ സാധാരണയായി നദീതീരങ്ങളിലോ അടുത്തുള്ള തടാകങ്ങളിലോ പൂജ നടത്തുന്നു. ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ഉയർന്ന ദൈവിക ഊർജ്ജവുമായി ബന്ധിപ്പിക്കാൻ സാധിക്കും. ഈ ദിവസം ധൂപം, കർപ്പൂരം, പൂക്കൾ എന്നിവ ഉപയോഗിച്ച് ചിത്രഗുപ്തനെയും ദൈവിക കണക്കുപാലകനെയും ശിവനെയും ആരാധിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു. ദരിദ്രർക്കും മറ്റും ഭക്ഷണം നൽകുന്നതും ദൈവിക അനുഗ്രഹങ്ങൾ നേടാനാകുന്ന ഒരു വഴിയാണ് എന്നാണ് ഈ ദിവസം ചിന്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.